മൂല്യങ്ങളുടെ ജീവിതമാണ് സ്നേഹിതരെ. അപ്പോൾ യേശു നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവദർശനം, സ്നേഹദർശനമാണ്. ആ ദർശനത്തെ ആരാധിച്ച് പൂജിച്ച് ഇങ്ങോട്ട് പോരട്ടെ, കർത്താവെ തരണമേന്ന് പറഞ്ഞ് ബലം പിടിച്ച് മൈക്ക് വെച്ച് പ്രാർത്ഥിച്ച് പാട്ടുപാടി ഈശോയെ ഹല്ലേലൂയ പറഞ്ഞ് ഇങ്ങോട്ട് പറിച്ചെടുക്കാനുള്ള ഒരു സമ്മർദ്ദ യന്ത്രമായി മതത്തെ ഉപയോഗിക്കാനല്ല യേശു പഠിപ്പിച്ചത്. ബോധവൽക്കരിക്കപ്പെട്ട് ദൈവത്തിന്റെ കൂടാരമാകാൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷകൾ നമ്മൾ നടത്തുന്നത്. ദൈവത്തിന് കൂടാരമായി കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മളെല്ലാവരും പരസ്പരം ദൈവത്തിന് കൂടാരങ്ങളായി എന്ത് പറ്റും? പരസ്പരം ആവശ്യക്കാരെ തേടി യാത്രയാകും, അത്യാവശ്യക്കാരെ തേടി യാത്രയാകും, വിഷമിക്കുന്നവരെ തേടി യാത്രയാകും. അങ്ങനെ പരസ്പരം ദൈവത്തെ നൽകുന്ന ദൈവത്തെ ഈ പാവപ്പെട്ടവരിലുള്ള ദൈവത്തെ സന്ദർശിക്കുന്നവർ ഈ പാവപ്പെട്ടവരിലേക്ക് ദൈവത്തിന്റെ മാലാഖയായി ദൈവത്തിന്റെ ദൂതനായി പോകുന്നവരായി നമ്മൾ പരസ്പരം തീരും. അവിടെ എന്താ സംഭവിക്കുന്നത് സ്നേഹിതരെ? സമൃദ്ധിയാണ്, സ്വർഗതുല്യമായ ആനന്ദവും സൗഖ്യവും സമാധാനവും പ്രകാശവും. അതാണ് ഉയർപ്പിന്റെ ജീവിതം. യേശു തന്റെ ജീവിതം വഴി നമുക്ക് പകർന്നു തന്നത് ഈ ഉയർപ്പിന്റെ ജീവിതമാണ്. ഇത് അങ്ങനെ ജീവിക്കുന്ന ഒരുവന്റെ അന്ത്യം എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ചുള്ള ദർശനമാണ് നമുക്ക് ലഭിച്ചത്. അവൻ ആത്മീയ ശരീരം സ്വീകരിക്കും. അപ്പോൾ ലൂക്കായുടെ സുവിശേഷത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് ഉണക്കമീൻ ഉയർത്തെഴുന്നേറ്റ് യേശു ഉണക്കമീൻ നിന്നു. ഇവിടെ ഭക്ഷിക്കാൻ വല്ലതും ഉണ്ടോ? അതെ, ഇവിടെ ഉണക്കമീൻ ഇപ്പോണ്ട് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ഉയർത്തുന്നത്? കപ്പനോട്ടാ. അത് വിവരിക്കാൻ ശ്രമിക്കുകയാണ് സ്നേഹിതരെ. നമ്മുടെ കൊറിയന്ത്യർക്കാർക്ക് ലേഖനത്തിൽ കൊറിയന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റവരുടെ ശരീരം ആത്മീയ ശരീരമാണ്. അപ്പോ ആത്മീയ അനുഭവങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ഭൗതികമായ രീതിയിൽ അടയാളങ്ങളിലൂടെ അവർ പ്രകടിപ്പിക്കുകയായിരുന്നു സ്നേഹിതരെ. അത് മനസ്സിലാക്കണം. അതാണ് ബൈബിൾ വ്യാഖ്യാനിക്കപ്പെടേണ്ട ഗ്രന്ഥമാണ് എന്ന് മാർപ്പാപ്പമാർ പ്രത്യേകിച്ച് ബെനഡിക്ട് 16 പറഞ്ഞു, നിങ്ങൾ ആ ജനങ്ങളുടെ കയ്യിലേക്ക് ബൈബിൾ കൊടുക്കുന്നതിന് മുമ്പ് ബൈബിൾ വ്യാഖ്യാനങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ അവർ ധാരാളം തെറ്റിദ്ധരിക്കും എന്ന്. ഇവിടെ പറ്റിയിരിക്കുന്നത് വേണ്ടത്ര പഠനമില്ലാതെ, ആഴമുള്ള പഠനമില്ലാതെ 2 പ്രാവശ്യം ധ്യാനം കൂടിയ ആള് ബൈബിൾ പ്രചാരകനായി തീരുകയാണ്. പ്രത്യേകിച്ച് പഴയ നിയമഗ്രന്ഥങ്ങൾ പ്രചരിപ്പിക്കുന്നു. നമ്മുടെ ഗ്രന്ഥം പുതിയ നിയമമാണ് സ്നേഹിതരെ. പഴയ നിയമം അനുബന്ധ ഗ്രന്ഥങ്ങൾ മാത്രമാണ് സ്നേഹിതരെ. പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ഇതാ പൗലോസ് നമ്മളോട് പറയുന്നു, ഉയർപ്പിന്റെ ജീവിതം എന്നാൽ അത് ഒരു തീരുമാനം മൂലമുള്ള ജീവിതമാണ്. ദർശനങ്ങൾക്ക് അധിഷ്ഠിതമായി നമ്മൾ തന്നെ ചിട്ടപ്പെടുത്തി ദൈവത്തിന്റെ മകനായി ജീവിക്കുന്ന, ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു തീരുമാനം. അപ്പോ നമ്മൾ ഈ ലോകത്തിൽ ദൈവത്തിലേക്ക് രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ സ്നേഹത്തിലേക്ക് രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വിഷമം, അയ്യോ ഞാൻ ഈ പരിമിതികളുള്ള ആളാണ്, സ്നേഹിക്കാനായിട്ട് എനിക്ക് ഞാൻ സ്നേഹിക്കാം, പക്ഷെ എന്റെ പരിമിതികൾ. അതെ, ആരൊക്കെയോ നമ്മളെ നിരന്തരം പരിമിതികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യേശു എന്താണ് ചെയ്തത്? ആ ശമയോന്റെ വീട്ടിലേക്ക് ഒരു സ്ത്രീ, യേശു ഭക്ഷിക്കാൻ പോയതാണ്, ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ പോയതാണ്. അപ്പൊ ഒരു സ്ത്രീ കയറി വന്നു. അപ്പൊ മറ്റേ ശിമയോനും കൊണ്ടുവരുമ്പോ, അയ്യേ ഒരു പാപിനെ സ്ത്രീ വരുന്നു. യേശുവിന് മനസ്സിലാകുന്നില്ലേ അവള് പാപിനിയല്ലേ? അവള് യേശുവിനെ ചുംബിക്കുന്നു, യേശുവിനെ കണ്ണീർ കൊണ്ട് കാല് കഴുകുന്നു, മുടി കൊണ്ട് തുടക്കുന്നു. അയ്യോ എന്തായി കാണിക്കുന്നത്? പാപിനിയാന്ന് വിളി. യേശു എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയ യേശു പറയുന്നു, നീ സ്നേഹിക്കുന്നു മകളെ, നിനക്ക് ഒരുപാട് സ്നേഹമുണ്ട്. സ്നേഹമുണ്ടെന്ന് വെച്ചാലേ നിന്നിൽ ദൈവമുണ്ടെന്നതാണ്. അപ്പൊ നമ്മുടെ കുറവുകളൊന്നും അവിടെ പരിഗണിക്കുന്നില്ല. പുൽക്കൂട്ടിൽ പിറന്ന യേശു അതാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കുറവുകൾ ഓർത്ത് വിഷമിക്കില്ലേ? നമ്മൾ മാലാഖയിലും ദൈവത്തിനറിയാം, യേശുവിനറിയാം, ദൈവത്തിനറിയാം. നമ്മൾ മാലാഖയുമല്ല ദൈവവുമല്ല, മനുഷ്യരാണ്. മനുഷ്യനായ നമ്മൾ നമ്മുടെ പരിമിതികളോട് ക്ഷമിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, ക്ഷമയാചിക്കുക. അതിനുശേഷം ഈ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, പരിമിതികൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ പരസ്പരം തയ്യാറായ ഈ പരിമിതികൾ സാവകാശം കുറഞ്ഞു ഇല്ലാതാണ് സ്നേഹിതരെ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കും ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന വെച്ചാൽ പാപപരിഹാരം ചെയ്തവനെന്നല്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് പാപത്തെ അടിച്ചു മാറ്റുന്ന, പാപത്തെ ഇല്ലാതാക്കുന്ന, പാപ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു പുതിയ ജീവിത രീതി അവതരിപ്പിക്കുന്നവൻ ഇതാ എന്നാണ്. അതെന്താണത്? മുറിക്കപ്പെടുന്ന ജീവിതം സ്നേഹത്താൽ ഉപാധികളില്ലാതെ പങ്കുവയ്ക്കുന്ന, ക്ഷമയോടെ, കരുണയോടെ, ബഹുമാനത്തോടെ, ശുശ്രൂഷ മനോഭാവത്തോടെ പങ്കുവയ്ക്കുന്ന ഒരു പുതിയ ജീവിത രീതി അവതരിപ്പിക്കുന്നവൻ ഇതാ. അത് മുറിക്കപ്പെടുന്ന അപ്പത്തിനെ പോലെ സ്വയം ജീവാർപ്പണം ചെയ്യുന്ന ഒരു പുതിയ ജീവിത സംസ്കാരം.
അത് നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണോ? വരിക, നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് യോഗ്യതയില്ല, പക്ഷെ നമ്മളെല്ലാവരും പങ്കെടുക്കുകയാണ്, ഉത്തരവാദിത്വം സ്വീകരിക്കുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കുർബാന സ്വീകരണത്തിൽ നമ്മൾ പറയുന്ന ആമേൻ. മാതാവ് ഗബ്രിയേലിനോട് പറഞ്ഞ ഇതാ കർത്താവിന്റെ ദാസി എന്ന വചനങ്ങൾക്ക് സമ്മാനമാണ്. നമ്മൾ ഇത് ഉൾക്കൊള്ളുന്നു, പരിമിതികളൊക്കെ വിസ്മരിക്കപ്പെടുന്നു. എന്നാൽ സാധിക്കുന്ന വിധം ഞാനിതാ ഈ ദൈവത്തിന്റെ ജീവിതം, ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജീവിതം, നിത്യനായവന്റെ കൂടാരമായിക്കൊണ്ടുള്ള ജീവിതം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മളുണ്ടല്ലോ മനോഹരമായ ദൈവത്തിന്റെ യഥാർത്ഥ പുതിയ മുഖങ്ങൾക്ക് നമ്മൾ ജന്മം നൽകും, വളർച്ചയ്ക്ക് സാധ്യതയുണ്ടാകും. അങ്ങനെ അപ്പൊ ജന്മവാസനകളാൽ നയിക്കപ്പെടുന്ന ജീവിതം ബന്ധിക്കുന്നു. ആത്മാവിൽ നയിക്കപ്പെടുന്ന ജീവിതമോ സ്വതന്ത്രമാക്കുന്നു, സൗഖ്യമാക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, വളർത്തുന്നു, ഉത്സാഹവും ആനന്ദവും നൽകുന്നു. സ്നേഹിതരെ, ഇതാണ് ഉയർപ്പിന്റെ ജീവിതം. ജ്ഞാനസ്നാനത്തിൽ നമ്മളെടുത്ത വ്രതമാണിത്. ഞാൻ ലോകത്തിന് മരിച്ച് ക്രിസ്തുവിൽ വെളിവായ മനുഷ്യത്വം ജീവിക്കും, ദൈവിക ജീവിതം ജീവിക്കും, ദൈവത്തിന്റെ കൂടാരങ്ങളായി ജീവിക്കും. അപ്പോൾ ഈ ഉയർപ്പാണ് നമ്മുടെ ഉയർപ്പാണ്. ഉന്നതങ്ങളിൽ കണ്ടുവെച്ചുകൊണ്ടുള്ള ഭൂമിയിലെ ജീവിതം, ലോകത്തിൽ ജീവിക്കുക, ലോകത്തിൻ്റെതല്ലാത്ത ജീവിതം ജീവിക്കുക. ആ ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധയോടെ തീരുമാനിച്ചുകൊണ്ട് ഓരോ നിമിഷവും നോ എന്റെ ജന്മവാസനകളല്ല, എന്റെ ചിന്തയെയും വാക്കിനെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കേണ്ടത് തീരുമാനങ്ങളാണ്. ഞാൻ ആരായി തീരണം? ദൈവപുത്രനായി തീരണം. അതെ, ദൈവപുത്രൻ ആരാണ്? യേശുവിന്റെ ജീവിതത്തിൽ വെളിവായ ഓരോ ചെറിയ സ്വഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് ഞാനത് പ്രകടമാക്കും. അപ്പോഴുണ്ടല്ലോ ഇവിടെ തന്നെ സ്വർഗം. ഇതാ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ഉയർപ്പിൽ പങ്കാളികളായി ഉയർപ്പിന്റെ ജീവിതം, ദൈവത്തോടൊന്നായിക്കൊണ്ടുള്ള ജീവിതം ജീവിക്കുകയാണ്. സ്നേഹിതരെ, ദൈവം നമ്മോടുകൂടെ 6-7 സ്വർഗം കിടന്ന് അപ്പുറത്തത് പോകട്ടോ. ഇവിടെ തന്നെ എൻ്റെ അപ്പനും അമ്മനും എൻ്റെ സഹോദരി സഹോദരന്മാർ ഇവരെല്ലാം ഞാൻ ദൈവത്തെ കാണുന്നു. ഞാനത് എന്നാലാവും വിധം ദൈവത്തെ പങ്കുവയ്ക്കുന്ന ദൈവത്തിന് സ്പർശനം നൽകുന്ന ഒരു പുതിയ ഉയർപ്പിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഒരുങ്ങി തീരുമാനിച്ചിരിക്കുകയാണ്, വ്രതമെടുത്തിരിക്കുകയാണ്. ഇതാ നമ്മളിപ്പോൾ തന്നെ ജ്ഞാനസ്നാന വ്രതങ്ങൾ നവീകരിക്കുകയാണ്. അതാ ഉയർപ്പെന്നാൽ പ്രകാശപൂർണമായ ഈ ജീവിതമാണ്. സൗഖ്യത്തിന്റെ, സമാധാനത്തിന്റെ, ആനന്ദത്തിന്റെ, ദൈവൈക്യം പ്രാപിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. ആ ഉയർപ്പിന്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഇവിടെ വെച്ച് ജീവിക്കാം. അതിനുശേഷം അല്ല ഉയർത്ത ശരീരം കടന്നു പോകണത് അതെന്തായിരിക്കും? പൗലോസ് പറഞ്ഞേ എനിക്കറിയാൻ പാടില്ല. ഇപ്പോഴത്തെ കാര്യം നോക്ക്. ഇവിടെ യേശു ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, അത് ചെയ്തു പറഞ്ഞു. യേശു തന്നെയും പറഞ്ഞു അത് പിതാവ് തീരുമാനിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തിന്റെ സ്പേസ് അവിടെ വിട്ടേക്ക്. ഇവിടെ ഈ ലോകത്തിൽ തന്നെ ദൈവത്തെ ഭൂമിയിൽ സന്നിഹിതമാക്കുന്ന, ദൈവത്തെ ഭൂമിയിൽ അവതരിപ്പിക്കുന്ന ഒരു ജീവിതം നമ്മളിലൂടെ യേശു അവതരിപ്പിക്കാൻ ഇതാ നമുക്ക് യേശു ദർശനം നൽകിയിരിക്കുന്നു, മാതൃക നൽകിയിരിക്കുന്നു. ഒരുപാട് വിശുദ്ധന്മാരും രക്തസാക്ഷികളും നമുക്കിതാ മുമ്പിൽ നിൽപ്പുണ്ട്, മാതൃകയും പ്രചോദനവുമായി. ഉയർപ്പിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഉയർപ്പ് തിരുനാളിന്റെ ദർശന തിരുനാൾ, അതിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് നേരുകയാണ്.